തിരിച്ചോദിക്കുന്നത്? ഞാൻ പള്ളി പോണെ നിസ്കരിക്കാനാണല്ലോ. ഇതിനല്ലാണ്ട് പിന്നെ കുറെ ആറാൻ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഓരെന്റെ ചെരുപ്പായിട്ട് പോയി. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ പെരുന്നാളായിട്ട് പള്ളിയിൽ പോയിട്ട് നല്ലൊരു ചെരുപ്പുണ്ടായി ആരാണ് കൊടുത്ത് പൊതിക്കാം. വല്ലാത്തൊരാളിന്റെ കട ആരാണിത് വരുന്നത്? എന്താണ് പെരുന്നാളായിട്ട് എനിക്ക് ഇപ്പോഴാണ് അങ്ങോട്ട് വരാൻ കണ്ടത്. പള്ളി ഇങ്ങനെ സമയം വേണ്ട വീട്ടിലെ ഇന്നലെ കെട്ടിയൊക്കെ എങ്ങോട്ടോ പോണത് കണ്ടീരഗിയില് പള്ള കാണാനെന്ന് പോയതാണ്. എന്തേ കൊണ്ടുപോയി? 2 കിലോ അലുവ കൊണ്ടുപോയി. എന്നിട്ട് കണ്ടോ എന്ത് ദേവനീന്റെ പള്ളയോ? അല്ലടോ അലുവ. അന്റെ ഒരു കാര്യം കണക്കഴിച്ച് മണക്കണ്ടല്ലോ. നമ്മളെ ബിരിയാണി എടുപ്പത്താൽ ഈ അകത്തേക്ക് വാസോ. ബിരിയാണി ഇവിടെ വീട്ടിൽ നല്ലൊരു വെള്ളം കുടിച്ച് പോവാൻ എനിക്ക് വിചാരം വേണ്ട. ബഷീർ കുളിക്കുന്നുള്ളൂ. അല്ല എന്റെ അച്ഛൻ വിലായനാണ് പോയി. രാവിലെ എണീറ്റ് അങ്ങോട്ടോ പോയിക്കണേ. ഓൻ കള്ളിച്ചാപ്പിക്ക് പോയില്ല. അല്ലാണ്ട് പറഞ്ഞ എങ്ങോട്ട് പോവാനാ? എന്നിട്ടാണ് ഇന്നലെ കുടിച്ചേ? ശർക്കര മൂർക്കൻ. ആദ്യത്തെ സാധനം ശർക്കര ഇട്ട് മാറ്റിയ സാധനം. അടിച്ചു കഴിഞ്ഞ മൂർക്കനായി ഇങ്ങനെ. അതായിരിക്കും അമ്മേന്റെ നേരെ ചീറ്റ് ഏകെ പോരാൻ. അല്ല അതാണ് ഞാൻ മൂപ്പേ ചെങ്ങായി ചെങ്കര്. എന്നാ കുട്ടി കിട്ടോ? ബിരിയാണി നിന്നിട്ട് പോവാം. ബിരിയാണി ഒക്കെ ഉണ്ട്. അതെ കാര്യങ്ങളില്ല ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു സ്വകാര്യ പറച്ചില്ല. കാർക്ക ഇന്ന് നമ്മളെ പെരുന്നാളാണല്ലോ. അതിനകത്ത് മുണ്ടും കുപ്പായി വാങ്ങി തന്നില്ലേ? അല്ല കുപ്പിന്റെ കാര്യം. അത് ശരി. എനിക്ക് മറ്റേ ആറാമാന്നുള്ള കാര്യം ഒക്കെ അറിയില്ല. കുപ്പിയൊന്നും പെരുന്നാൾ നല്ല ദിവസമായിട്ട് ഞാൻ വാങ്ങി തരില്ല. കുപ്പി കിട്ടൂല. നിങ്ങളല്ലേ പറഞ്ഞിവിടെ ഇഷ്ടംപോലെ സാധനം ഉണ്ടെങ്കിൽ ഇവിടെ ഒലക്കണ്ട് ഞാൻ പോവുക. അതെ കാര്യം ഞാൻ പറഞ്ഞ അല്ല ഇങ്ങനെ ഇങ്ങോട്ട് മൊത്തം നോക്കും. ഇത്രേ മഹാനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ വരിക മറ്റൊരു ഭാഗ്യമായിട്ട്. എന്താ അല്ല എവറസ്റ്റ് കീഴടക്കിയമാരാണല്ലോ നിൽക്കുന്നത്. എനിക്കെല്ലാം മിനിയാന്ന ബസ് സ്റ്റോപ്പിന്റെ തുടുത്തുടിക്കാതെ കിടന്നുണ്ടെങ്കിൽ ടൗസർ ഉണ്ടായിരുന്നല്ലോ. ടൗസർ ഉണ്ടായിരുന്നല്ലോ. എന്താ വേണ്ട അഭിമാനം. ഓക്കെ ഞാൻ ക്ഷമിക്കാൻ കേട്ടോ. ഞാൻ നടക്കിയാ പറഞ്ഞുതരാം. എന്താണ് എന്താ അവിടെ? അതൊന്നുമില്ല മോൻ, ഇന്ന് പെരുന്നാളല്ലേ. വാപ്പാനോട് ഞാൻ കുപ്പിന്റെ കാര്യം സംസാരിച്ച. അപ്പൊ വാപ്പയെല്ലാം കൂടി ഞാൻ തലേ കയറി സംസാരിച്ചു. വാപ്പ വെള്ളടിക്കില്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കുള്ള ഇന്റെ അടുത്തുണ്ട്. എന്താ ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്ന പള്ള നിറച്ച് കുടിച്ചോളി. ഞങ്ങളെ കുപ്പിങ് തന്നെ നിങ്ങൾ കേട്ടോളി. എന്താണ് എന്താ പ്രശ്നം? എന്താ പൊന്നു പോലാണ്. അപ്പൊ പിന്നെ ഞാനാണ് ഈ പേരിലൊരു എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണമെങ്കിൽ എന്റെ പൊന്നുമോ ബഷീർ തന്നെ വേണം. പിന്നെ ഒരു കാര്യമാണ് പറയാ, പെരുന്നാളായിട്ട് ഓസിന് കിട്ടിയ സാധനം വെച്ചിട്ട് അടിച്ചറമ്പുണ്ടാക്കാൻ നിൽക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതൊക്കെ മോനെ മേലായി എന്റെ കാര്യം ഞാൻ നിങ്ങളോടും കൂടെ ചേർത്താ പറഞ്ഞത്. നീ ചച്ചൻ എന്താ പ്രശ്നം അവിടെ? ഇവൻ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കല അവന്റെ പണി. എടാ സുയിത്തേക്ക് വെള്ളടിച്ച് വണ്ടി ഓടിക്കലുണ്ട്. എടാ വെള്ളടിച്ച് വണ്ടി ഓടിച്ചാൽ പോലീസുകാരെ പിടിച്ച് ഊതിക്കൂലേ? എടാ ഈ പോലീസുകാർ എന്തിനാ ഊതിക്കണേ? ഇവർക്ക് ഡ്യൂട്ടി ടൈമിൽ അടിക്കാൻ പറ്റില്ലല്ലോ. ഇന്നെപ്പോലെ വെള്ളടിച്ച് വരുന്ന ഒരു 10 ഡ്രൈവർമാരെ ഊതിച്ചാല് ഇവർക്ക് 2 പെക്കടിച്ച സുഖം. അത് ശരിയാണ്. അല്ല ബഷീറേ, എപ്പാടാ നാട്ടിലേക്ക് പോകുന്നത്? ഞാനെന്താ 2 ദിവസം കഴിഞ്ഞാ പെരുന്നാൾ കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു ഗൾഫിലേക്ക്. ഞാൻ പറഞ്ഞേച്ചു തരാം. എന്നോടല്ലേ പറഞ്ഞ ഇവിടുന്ന് പോണ്ടാന്ന്? അല്ല പാപ്പ, ഞാൻ ഇവിടെ നിന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? ഇവിടെ തള്ളു. അത് ശരി. ഇവിടെ എന്താണ്ടാ ഗൾഫിലല്ലേ? എന്താ ഇല്ലാത്ത? തിരിച്ചു ലീവിൽ വരാനാണ് നമുക്ക് അണ്ണാക്കിൽ ചോദിക്കാതെ കുപ്പി കിട്ടുകയില്ലേ? തിന്നേയും കുട്ടിയേയും കണക്ക് പറഞ്ഞാണെങ്കിൽ ഇന്റെ കുപ്പി എനിക്ക് വേണ്ട. എനിക്ക് കുപ്പി എടുക്കുക. എന്റെ പട്ടി വരും. നിങ്ങളെ കുപ്പി കൊണ്ടിട്ട് ഇങ്ങനെ തമ്മിലുള്ള പ്രശ്നം കുപ്പി എന്തിന്റെ പട്ടി വന്ന് കുപ്പി അയച്ചു പോയി. ഞാൻ ക്ഷമിക്കാൻ കേട്ടോ.
മറ്റൊരു പെരുന്നാൾ ദിവസം. പക്ഷേ ഇന്നിവിടെ ആഘോഷങ്ങളില്ല. കാരണം വേലായുധൻ മരിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. നാളെയാണ് അച്ഛന്റെ സഞ്ചയനം. നിങ്ങൾക്ക് പറ്റെങ്കിൽ എത്താനും കുട്ടിയെ കണ്ടുവരാം. ഞാൻ പോട്ടെന്നാല്. അല്ല, വേലായുധ സഞ്ചയിക്കലുണ്ട്. സ്കൂൾ പഠിക്കുന്ന സമയത്ത് 5-10 ഉറുപ്പ്യ കൂട്ടി വെച്ചിട്ട് പുസ്തകത്തിൽ ചാപ്പിന്റെ പരിപാടി ഉണ്ടായില്ലേ? വേലായുധ എങ്ങനെയാണ് ഞമ്മക്കറിയാ. അല്ലോ ചോദിച്ചു വന്ന് പറഞ്ഞ് നാളെ വേലായുധന്റെ സഞ്ചയകല്ലേ തിട്ടപ്പെടുത്താണ്. ഇന്നോടൊന്നും മനുഷ്യനെ അത് സഞ്ചയിക്കല്ല. മയ്യത്തായി കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓരോരു ചടങ്ങാണ് സഞ്ചയന. ഓന്റെ പറച്ച് അത്ര വലിയൊരു സുഖം പോലെ. എങ്ങനെയാ സുഖം ഉണ്ടാവുക? നിങ്ങളെ വലിയ ചങ്ങായി അല്ലേ വേലായുധ? വേലായുധ മയ്യത്തെ തിന്നത്തേക്ക് എത്ര ദിവസം നിങ്ങളൊന്നും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയോ? എടി ഞാനെന്താ ഞാൻ വഴിക്ക് പോവാത്തേ? ഓ മരിച്ചു കിടക്കണ ആ കാഴ്ച കാണാൻ എന്നെ കൊണ്ട് കഴിയൂല. കുറ്റം പറയാതെ വിചാരിക്കരുത്. ഒരാള് മയ്യത്തായി കഴിഞ്ഞിട്ട് ആ വഴിക്ക് പോകാൻ പറ്റില്ല. നാട്ടിലുള്ള എല്ലാരും പറയാ കിടപ്പ് കാണാൻ വയ്യാറ്റല്ലേ പോവാനേ. അതല്ല, ഞാൻ ഓനും തമ്മിലുള്ള ബന്ധമെന്താന്നുള്ള ആൾക്കറിയില്ലേ? അതറിയണതിനെ കൊണ്ടല്ലേ നമ്മൾ പറയണേ. ഇപ്പൊ മയ്യത്തായി കഴിഞ്ഞ അവിടെയുള്ള ബന്ധുക്കളും കൂട്ടക്കാരൊക്കെ പോയി ഇത്ര ദിവസമായി. ആ സോമപ്പണ്ടാണെങ്കിൽ കരച്ചിലോട് കരച്ചിലാണ്. നിങ്ങൾക്ക് അവിടെ വരെ പോയി ഓളൊന്ന് ആശ്വസിപ്പിച്ചൂടെ? എന്നാ പിന്നെ ഞാൻ അവിടെ വരെ പോയിട്ട് ഓളൊന്ന് ആശ്വസിപ്പിച്ചു വരാം. അതാ മറ്റേ എനിക്ക് പോലും എന്റെ പേരോ നല്ല വെയിലുള്ള ഞാൻ ആ നെല്ലൊക്കെ ഒന്ന് അങ്ങോട്ട് ഉണക്കാനെടുത്ത. എന്നാ ഈ നെല്ല് കിട്ടി ഞാൻ പോയി വരാം. ഇങ്ങനെ വിഷമിക്കല്ലേന്ന്. അതെങ്ങനെ വിഷമിച്ചോണ്ട് ഇപ്പൊ മരിച്ചായ തിരിച്ചു വരിക? പഠിച്ചോൻ ഇഷ്ടമുള്ള ആൾക്കാരെ പഠിച്ചോൻ ആദ്യം കൊണ്ടുപോകുന്ന വിചാരിച്ചാ മതി. അപ്പൊ നിങ്ങളെ പഠിച്ചോൻ ഇഷ്ടല്ലേ? അത് പിന്നെ ഇന്ന ഇഷ്ടമല്ലായിട്ടല്ല, വല്ലാണ്ട് ഇഷ്ടമുള്ള ആൾക്കാരെ പഠിച്ചോൻ ആദ്യം അങ്ങോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ വെച്ചിട്ട് പെണ്ണുങ്ങളെ വിഷമയ്ക്ക് മനസ്സിലാവും. അതിനോട് പറഞ്ഞതാ അങ്ങനെങ്ങോട്ട് നോക്കി നിൽക്കരുത്. ചോറും വെച്ചു കൊടുത്തിട്ട് അത് തിന്നിനെ നോക്കി നിൽക്കുക പെണ്ണുങ്ങൾ. പൊലി കാണിച്ച് അതിനൊരു കാക്കയല്ല. അതിന്റെ പേര് അതിന് അറിയില്ല. നിങ്ങൾക്കിടയിലുണ്ട് കാക്കയും മാറും. കാക്കയാവും. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചായക്ക് എന്ത് പലഹാരം ഉണ്ടാക്കിയാലും മൂപ്പർക്ക് വേണ്ട. മൂപ്പർക്ക് ചോറാ വേണ്ട. ആ പുലിക്കിന്റെ മുകളിൽ കരഞ്ഞപ്പോഴത്തെ കുറച്ച് ചോറുണ്ട്. ജീവിച്ചിരിക്കുമ്പോ ഇത്ര ചോറ് ഇട്ട് കഴിക്കാനാണ്. മരിച്ച കാക്കയായിട്ട് വന്ന് കൊത്തി നോക്കി ഇങ്ങനെയുള്ള ഓരോ ആചാരങ്ങളൊക്കെ മനസ്സിലാവണ്ടേ? അല്ല, ആ പിടിച്ചിനാണോ വേലായുധ? ആ മുനിയന്റെ മുകളിൽ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലാതാണല്ലോ. ആ കരലുള്ളപ്പോ കരലിന്റെ വില അറിയാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ ചത്തിന്റെ അവിടെ കുത്തിന്ന് കരയേണ്ടി വന്ന്. നിങ്ങൾ ഓരോ ആചാരങ്ങൾ എനിക്ക് അറിയില്ല. വേലായുധ ഇങ്ങോട്ട് വാ. ഇവിടെ വന്ന് തിന്ന വേലായുധ ഞാൻ എന്റെ ചങ്ങായില്ലല്ലോ. ഞാൻ എന്നെ ഒന്ന് തിരിച്ചാൽ വന്നു പോകല. പിടിക്കണ്ടേ? അത് വരില്ല. അതിനകത്ത് സ്വഭാവം നിങ്ങൾ നേരത്തെ ആരെങ്കിലും എന്തെങ്കിലും ഒന്നും പറഞ്ഞാൽ മതി. പണിക്കൊരു പോക്ക പഠിച്ചു പോയിട്ട് സ്വഭാവത്തിന് ബാക്കിയില്ലേ? ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വന്നത്. ആ ഒക്കെ പോയി സമാധാനക്കാരായി. ഞാൻ പോട്ടെന്നാല് എന്നുണ്ടാക്കിട്ട് അങ്ങോട്ട് പോയാൽ മതില്ല. പോയിട്ട് ഇത്രയും വേഗം വന്നാ? അല്ല, അവിടെ പോയി വിശേഷം പറയുക. ചോറത്തേക്ക് അല്ല ചോറ് ഇവളെങ്ങനെ ശോഭ എങ്ങനെ അങ്ങോട്ട് പോകുമ്പോ പാകം പിടിച്ചൊരു മനുഷ്യനെ ഇങ്ങോട്ട് വരുമ്പോ മുടിയുടെ സ്വഭാവം. ചോറത്തേക്ക് പോയിട്ട് കൈ അതാ ബക്കറ്റിൽ വെള്ളം വേണമെങ്കിൽ എടുത്ത് കഴിയൂട്. വേണമെങ്കിൽ എടുത്ത് കഴിയൂട്. വേലായുധ ഇവിടെ വന്നോ? ഞാൻ അറിയാൻ ആക്കി പോയതാ വേലായുധ. അത്തുന്നോ അത് ഇഷ്ടമുള്ള നിട്ട് തിന്ന. ഇങ്ങോട്ട് വന്ന് തിന്ന. ഇവിടെ എന്താ കുറെ പെണ്ണ് തിന്നോടുന്ന പെണ്ണ് തിന്നോ? അല്ല വേലായുധ, പിന്നെ അന്നോടിക്ക് പറയാതെ എന്താ വെച്ചാല് അന്റെ സ്വൈറ്റ് നമുക്ക് ഒരു പെണ്ണ് ഇട്ടിക്കണം. ഓന് കുളിക്കറവിലൊന്നും ഇവിടെ പെണ്ണുങ്ങളുടെ വലിയ അഭിപ്രായം. ഇങ്ങോട്ട് വന്ന് തിന്നി ഇവിടെ നിന്ന് തിന്നി ഈ ഓനൊന്ന് ഉപദേശിച്ചാൽ
കേട്ടില്ലേ തലക്കൊരു കൊട്ടാൻ കേട്ടോ. അല്ല വിലയില്ല വേറെ എന്തൊക്കെ കിളിയാവണ്ടേ എനിക്ക് എന്നിട്ട് നല്ല വൃത്തികെട്ട കാക്കിയായത്. അല്ല പിന്നെ പിന്നെ വിലയില്ല എന്റെ അടുത്തുനിന്ന് മരിക്കുന്നതിന് മുന്നേ 2500 കടം വാങ്ങിയിട്ടേ ഞാൻ ഓർമ്മ ഉണ്ടോ? അതെന്നെയാ പറഞ്ഞേ. കടം വാങ്ങിയ പൈസ ചോദിക്കും നമുക്കൊരു കൊഞ്ഞിട്ടുള്ള സ്വഭാവം ആദ്യമേ ഉള്ളതാണ്. എന്റെ മള്ള നമുക്ക് തിന്നോ എന്റെ സ്വഭാവത്തിന് പാമ്പേ മനുഷ്യന് ആരോടാ അല്ലാതെ എങ്ങളല്ലേ പറഞ്ഞേ വള്ളേ പൈച്ചിട്ട് വയ്യ എന്നിട്ട് ഇപ്പൊ ആരോടാണ് നമ്മള് കഷ്ടപ്പെട്ട് ഉണങ്ങാനിട്ട നെല്ലിന് കാക്ക വന്നിരിക്കുമ്പോ അതിന് ഓടിക്കാണ്ട് അതിന് കഥ പറഞ്ഞു കൊടുക്കാണ് വല്ലാത്തൊരാളെ ഞങ്ങളെ. അപ്പൊ അതിന് അണ്ണാൻ കുട്ടിയാണല്ലോ. അത് നമ്മളെ വേലായുധനാ. ഏത് വേലായുധ? നമ്മളെ ശോഭപ്പെണ്ണിന്റെ വേലായുധ. കുറച്ചോടെ വേലായുധ കാക്കയായ ഞാനിന്ന് രാവിലെ ആൾ പോയപ്പോ വേലാറിയില്ലേ ശോഭപ്പെണ്ണ് പറയാണ് വേലായുധപ്പോ കാക്കയാണ്. ആരുന്നോ ചോറ് ഇന്നുന്ന സമയത്ത് ഞാൻ ആരാണ്ട് ആശിപ്പോയി. വല വന്ന് നെല്ലുന്ന സമയത്ത് ഈ മാറ്റി. ഓ ഈ പറമ്പിൽ എന്തൊക്കെ പണിയെടുത്ത ചെങ്ങായിയാണ്. അല്ലോ 2 മണി നെല്ലിൽ നിന്ന് അക്കെന്തേലും വിഷമം. അയ്യോ നമ്മളറിയാണ്ട് ആശിപ്പോയതല്ലേ. നോക്കി ആ വായന്റെ പോലിരിക്കണല്ലേ വേലായുധ. അതിന്റെ വേലായുധ ഓന്റെ വേലായുധേട്ടാ അങ്ങനെ വേണം വന്ന് നെല്ലുന്നോളിട്ട് നമ്മളറിയാണ്ട് ആട്ടിപ്പോയതാണ്. ഈ വിളിക്കേണ്ട അതും ശോഭ പറഞ്ഞു ഓൻ വരൂല. ഇന്നിന്റെ സമയത്ത് ആരെങ്കിലും എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കണിഞ്ഞ ഒറ്റ പോക്കാൻ പോലെ പിന്നെ വരും. എങ്ങനെ വന്നില്ലെങ്കിൽ സൂറ വിളിച്ചു കഴിഞ്ഞാൽ മൂപ്പർ ഇങ്ങോട്ട് വരും. മാസ്റ്റർ പീസ് വിളി വിളിച്ചു കഴിഞ്ഞാൽ മൂപ്പർ ഇങ്ങോട്ട് വരും. അതെങ്ങനെയാണ് നോക്കിക്കോളി. റെഡി 1 2 3. അടുത്ത പ്രാവശ്യം വരുമ്പോ ബിരിയാണി ഇങ്ങനത്തെ വള്ളേ പൈക്കിട്ട് എങ്ങനെ പോയി വെച്ചേ. അല്ല മത്തി പൊച്ചീനെ മത്തി പച്ചവെള്ളത്ത് പൊയ്ക്കാൻ പറ്റൂല. അതിന് വെച്ചനാന്ന് പറഞ്ഞിട്ട് സാധനം വേണം.